മലയാള സിനിമയിൽ 80കളിൽ കാഴ്ചയുടെ വസന്തം തീർത്ത സംവിധായകരിൽ അവസാനത്തെ ആളും വിടവാങ്ങി. ശ്രീ മോഹൻ. 80കൾ മലയാളത്തിലെ മധ്യ സിനിമയുടെ ഏറ്റവും സുവർണ കാലമായിരുന്നു. മലയാള സിനിമയിൽ 80കളിലെ വസന്തം തീർത്തത് ഭരതൻ, പത്മരാജൻ, KG ജോർജ്, ലെനിൻ രാജേന്ദ്രൻ, മോഹൻ തുടങ്ങിയ സംവിധായകരായിരുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും സിനിമകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുപോലെ അവരുടെ ഓരോ സിനിമകളും പരസ്പരം വ്യത്യസ്തമായിരുന്നു. മോഹൻ സംബന്ധിച്ചിടത്തോളം, മോഹൻ മദ്രാസിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ സിനിമയിൽ ആകൃഷ്ടനായി പ്രശസ്തരായ അനേകം സംവിധായകരുടെ, കൃഷ്ണൻ നായർ, അതുപോലെ തന്നെ മറ്റു പ്രമുഖ സംവിധായകരായിരുന്ന AB രാജ്, അതുപോലെ P വേണു തുടങ്ങിയ സംവിധായകരുടെ സഹായിയായി പ്രവർത്തിച്ചതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. ആദ്യത്തെ സിനിമ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു. വാടക വീട് എന്ന ചലച്ചിത്രത്തിലൂടെ 1978 അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ രണ്ട് പെൺകുട്ടികൾ, അതുപോലെ തന്നെ 78 തന്നെ ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരി, എല്ലാം തന്നെ പ്രേക്ഷക ശ്രദ്ധയും നിരൂപക ശ്രദ്ധയും പിടിച്ചുപറ്റി. ഓരോ സിനിമയിലും വളരെ വ്യത്യസ്തമായ സബ്ജക്ട്സാണ്, വിഷയങ്ങളാണ് മോഹൻ കൈകാര്യം ചെയ്തത്. രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്നതായിരുന്നു. ഏത് നിമിഷവും അത് വഴിതെറ്റിപ്പോകാവുന്ന ഒരു പ്രമേയം അങ്ങേയറ്റം കൈയടക്കത്തോടെ വളരെ യഥാർത്ഥമായി അവതരിപ്പിക്കുന്നതിലൂടെ മോഹൻ വലിയ കയ്യടി നേടി. ശാലിനി എൻ്റെ കൂട്ടുകാരി സോഷ്യലി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു. അത് വളരെ മനോഹരമായി പറയാനും ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും ആ സിനിമ നിലനിൽക്കുന്നതിൻ്റെ കാരണം അത് പറഞ്ഞ രീതിയാണ്. ആ സിനിമയിലൂടെയാണ് ശോഭ എന്ന നടി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറുന്നത്. അതുപോലെ വേണു നാഗവള്ളി എന്ന നടൻ്റെ ഉദയവും ആ ചിത്രത്തിലൂടെയായിരുന്നു. മോഹൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ സിനിമ ഒരുപക്ഷെ വിട പറയും മുമ്പേ എന്ന ചലച്ചിത്രമാണ്. 81 ഇറങ്ങിയ ആ ചലച്ചിത്രത്തിലൂടെയാണ് നെടുമുടി വേണു എന്ന നടൻ നായകനായി മാറുന്നത്. അനുദിനം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അതെല്ലാം മറന്നുകൊണ്ടുള്ള അയാളുടെ ജീവിതം ചിത്രീകരിക്കുന്ന ആ സിനിമ ആ വർഷത്തെ എന്നല്ല മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായി മാറി. മോഹൻ ചിത്രീകരിച്ചത് മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളാണ്. അത് രണ്ട് പെൺകുട്ടികളിലായാലും ശാലിനി എന്ന കൂട്ടുകാരിയിലായാലും വിട പറയും മുമ്പേ എന്ന ചിത്രത്തിലായാലും അതുപോലെ ഇളക്കങ്ങൾ, ആലോലം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചിത്രങ്ങളിലായാലും അദ്ദേഹം എന്നും അവതരിപ്പിച്ചത് മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളാണ്. ആ സങ്കീർണതകൾ യഥാതഥമായി, അതും മലയാളി സമൂഹത്തിനകത്തു നിന്ന് ഉണ്ട്, മലയാളിക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ചിത്രങ്ങളാണ് മോഹൻ ചെയ്തത്. മോഹൻ വളരെ നിശബ്ദനായ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും നിശബ്ദമായി മനുഷ്യരുടെ മാനസിക വ്യഥകൾ പറഞ്ഞു. ആ മാനസിക വ്യഥകൾ പറഞ്ഞ ചിത്രങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു, നിരൂപകർ ഏറ്റെടുത്തു. അങ്ങനെ 80കളിൽ മോഹൻ സംവിധാനം ചെയ്ത ഏതാണ്ട് 23ഓളം ചലച്ചിത്രങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. മലയാള സിനിമയുടെ നവഭാവുകത്വത്തിന് തുടക്കമിട്ടത് ഈ പറഞ്ഞ ഒരു കൂട്ടം സംവിധായകരാണ്. അവർ പറഞ്ഞ വ്യത്യസ്തമായ കഥകൾ, ആ കഥകൾക്കെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ പരസ്പരം സഹകരിച്ചിരുന്ന ആളുകളാണ്. ഇടവേള എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ
മോഹൻ്റെ ജലയത്തിൻ്റെ തിരക്കഥ എഴുതിയത് പി പത്മനാഭനാണ്. അതുപോലെ തന്നെ ജോൺ പോളും മോഹനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ അനേകം നല്ല സിനിമകളുണ്ടായിട്ടുണ്ട്. വിട പറയും മുമ്പേ എന്ന സിനിമയുടെ തിരക്കഥ മോഹൻ തന്നെയാണ് രചിച്ചത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ വ്യത്യസ്തമായി മനുഷ്യരുടെ കഥ പറഞ്ഞുകൊണ്ട് അനേകം, അതുപോലെ തന്നെ മോഹൻ്റെ സിനിമകളിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗാനങ്ങൾ, അതുപോലെ തന്നെ അതിലെ പുതിയ പുതിയ അഭിനേതാക്കളെ പരീക്ഷിക്കാൻ മോഹൻ കാണിച്ച ധൈര്യം, പുതിയ പുതിയ പ്രമേയങ്ങൾ ഏറ്റെടുക്കാൻ മോഹൻ കാണിച്ച ധൈര്യം, ഇവയെല്ലാം തന്നെ ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ നിലവാരം ഉയർത്തുവാൻ, അതുപോലെ തന്നെ മലയാള സിനിമയുടെ പുതിയ പുതിയ പ്രമേയങ്ങൾ സ്വീകരിക്കുവാനും പുതിയ നടീനടന്മാരെ പരിചയപ്പെടുത്തുവാനും പുതിയ പ്രവണതകൾ സിനിമയിൽ കൊണ്ടുവരാനും മോഹൻ കാണിച്ച ധൈര്യം അന്നത്തെ മലയാള സിനിമയുടെ നിലവാരം ഉയർത്തുന്നതിൽ പ്രത്യേകം പങ്ക് വഹിച്ചിരുന്നു. എക്കാലത്തെയും നല്ല മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൊന്നാണ് എം ഡി രാജേന്ദ്രൻ രചിച്ച് മാധുരി പാടി ദേവരാജ മാഷ് സംഗീതം നൽകിയിട്ടുള്ള മോഹൻ്റെ ശാലിനി എന്ന കൂട്ടുകാരിയിലെ ഹിമശൈല സഹിത ഭൂവിൽ നിന്നും എന്നുള്ള ആ ഗാനം. അത് ഇന്നും അതിന് ആരാധകരുണ്ട്. ആ ഗാനം അതിൻ്റെ ചിത്രീകരണത്തിലൂടെയും അതിൻ്റെ സംഗീതത്തിലൂടെയും അതിൻ്റെ വരികളിലൂടെയും എല്ലാം തന്നെ ഇന്നും മലയാളിയുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം മോഹൻ്റെ സിനിമകളിലും സിനിമകളിൽ അഭിനയിച്ചപ്പോൾ രവി മേനോൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് കൊണ്ടുവരുന്നത് ശാലിനിയുടെ കൂട്ടുകാരിയിലാണ്. അതുപോലെ അനേകം നടന്മാർ, ഇപ്പോൾ നെടുപടി വേണു, അതുപോലെ ഇടവേള ബാബു, ഇവരെല്ലാം തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മോഹനാണ്. മലയാള സിനിമയിൽ നവഭാവുകത്വം കൊണ്ടുവന്ന മോഹൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. മോഹൻ്റെ വേർപാട് മലയാള സിനിമയിലെ ഒരു പുതുതരംഗത്തിന് തുടക്കം കുറിച്ച അവരിലെ അവസാനത്തെ കണ്ണികൂടി ഇന്ന് നമുക്ക് ഇല്ലാതെ ആയിരിക്കുകയാണ്. 90കളിലും ശ്രീ മോഹൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സബരി തുടർന്നു. 1994 പക്ഷേ എന്ന ചലച്ചിത്രം മോഹൻലാലിനെ നായകനായിക്കൊണ്ടെടുക്കുകയും അത് ഒരു വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു. 99 അങ്ങനെ ഒരു അവധിക്കാലത്ത് ആണ് മോഹൻ്റെ അവസാന കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അതുകൂടാതെ മോഹൻ ആണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ നടന് സിനിമയിൽ അഭിനയിക്കാൻ അവസരമുണ്ടാക്കുന്നതും ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുന്നതും അതുപോലെ പ്രധാനപ്പെട്ട റോളുകളിൽ അഭിനയിക്കുവാൻ ഇന്നസെൻ്റ് അവസരമുണ്ടാക്കിയതും മോഹനാണ്. മോഹൻ്റെ വേർപാട് സൃഷ്ടിക്കുന്ന ഒരു ശൂന്യത, അദ്ദേഹം ഒരു പുതിയ സിനിമ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലിരിക്കുമ്പോഴാണ് അദ്ദേഹം രോഗബാധിതനാവുന്നതും ദീർഘകാലം രോഗബാധിതനായിരുന്നിട്ട് അദ്ദേഹം അന്തരിക്കുന്നതും. അതിനാൽ തന്നെ മോഹൻ സജീവമായി തിരിച്ചു വരുവാൻ ഉദ്ദേശിച്ചിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുന്നത്. മോഹൻ്റെ സിനിമകൾ പുതിയ ചലച്ചിത്ര വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കേണ്ടതാണ്. എങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെയുള്ള മനുഷ്യരുടെ സങ്കീർണതകൾ, മാനസിക സങ്കീർണതകൾ, അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുവാനും അവ മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കുവാനും അംഗീകാരം നേടുവാനും സാധിക്കുന്നതെന്ന് മോഹൻ്റെ സിനിമകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അന്ത്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.